നമസ്കാരം. നമസ്കാരം. ബിജു ബിജു ആണ്. അങ്ങാണ് കോണ്ടാക്ട് ചെയ്തത് അല്ലേ? വളരെ സന്തോഷം. കാരണം കുട്ടികളുടെ രാമായണ അവസ്ഥാചരണത്തില് ഞങ്ങള് തന്നോട് സംസാരിച്ചതുപോലെ ആധ്യാത്മിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടെത്തിക്കുമ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ വ്യത്യസ്തമായ പുതിയ ഗസ്റ്റുകളിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ സാറിനെ ഈ പറഞ്ഞ രീതിയിൽ ഗൂഗിളിന്ന് നമ്പർ എടുക്കുകയും തന്നെ വിളിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ സന്തോഷം. പുതിയ അറിവുകൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് നൽകിയതിന് സന്തോഷം. വളരെ വളരെ സന്തോഷം. ഞാൻ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ മറ്റുള്ളവരുടെ പ്രഭാഷണത്തിൽ കയറുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാ ദിവസവും എന്തെങ്കിലും പ്രോഗ്രാമോ യാത്രയോ ഒക്കെയാണ്. ഒരു ദിവസം പോലും ഈ സ്ലോട്ട് ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമസ്തേ. എന്റെ പേര് അഖിലാണ്. നേരത്തെ ഹരിക്ക് പറഞ്ഞ പോലെ തന്നെ ഞാൻ സാറിന്റെ മിക്ക വീഡിയോസ് ഫോളോ ചെയ്യാറുണ്ട്. അതിനകത്ത് GPS എന്ന ഷോർട്ട് ടൈമിലാണ് സാറിന് എല്ലാവരും വിളിക്കാറ്. അപ്പോഴും ഞാൻ ഫുൾ ടൈം അന്വേഷിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഫുൾ ടൈം. അല്ല, ഞാനിപ്പോ ഒരു ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം GCCSG എഡ്യൂക്കേഷനെ റീഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഏജ് 3 to grade 3. അതില് TPSG നട്ടിരിക്കണേ. ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് എന്നാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സാറിന് ഇപ്പം കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും, ആധ്യാത്മികത സംസാരിക്കും, സ്പേസിനെ കുറിച്ച് സംസാരിക്കും, പൊളിറ്റിക്സ് സംസാരിക്കും. ഏതൊരു മേഖലയെ കുറിച്ച് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്നവര് സംസാരിച്ചാലും അവരെ പൂർണ്ണമായിട്ടും വ്യക്തത വരുത്തുന്നതും ഒപ്പം തന്നെ കേട്ടിരിക്കുന്നവരെ ഓഡിയൻസിനെ പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ സാറിന് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുന്ന ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, അതെന്താ അറിയോ അഖിൽജി? ഇന്നലെ ഹിന്ദുയിസം മലയാളത്തിലെ ലക്ഷ്മി കാനത്ത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴാണ് വന്ദേ മാതരം ആലോചിക്കണത്. ഞാൻ 2010 PNC മേനോൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ 90 കുട്ടികൾ, 45 ഗേൾസ് 45 ബോയ്സ്, എല്ലാ ജനുവരി 26-ാം തീയതി ഞാനിപ്പോ പറഞ്ഞല്ലോ ചൊല്ലല്ല വേണ്ടതെന്ന്, അത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 2011 11/01/26 അങ്ങനെ ഡേറ്റ് ഓർമ്മിക്കാം. ഈ YYMMDD എന്നാണ് ഫോർമാറ്റ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാന്ന് പറഞ്ഞു. അതിന് മുമ്പുള്ള ഇൻഡിപെൻഡൻസ് ഡേയില് 10/08/15 ആ ഡേറ്റിൽ നോക്കിയാൽ അങ്ങനെയാണ് എന്റെ നമ്പർ. അപ്പൊ ഇതിങ്ങനെ ഓർമ്മിച്ച് വെക്കുകയാണ് നമ്മൾ. ചെയ്തിട്ടുള്ള കാര്യങ്ങളാ പറയണത്. അപ്പൊ പിന്നെ റെഫറൻസിന്റെ ആവശ്യമില്ലല്ലോ.